ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. ഇത് CBSE 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നാണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. An arithmetic progression is a list of numbers obtained by adding a fixed number to the preceding term. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? കുറേ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ചെയ്തേക്കുവാണ് കുറേ നമ്പേഴ്സ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് ആ ഒരു ലിസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Each of the numbers in the list is called a term. ആ ലിസ്റ്റിലെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് ടേം. ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് ടേം. ആൻഡ് ദ ഫിക്സഡ് നമ്പർ ഈസ് കോൾഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് AP. അതായത് ഒരു ഫിക്സഡ് നമ്പർ വെച്ചാണല്ലോ നമ്മൾ ഓരോ ടേമും ആഡ് ചെയ്ത് പോകുന്നത്. ആ ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ കോമൺ ഡിഫറൻസിനെ നമ്മൾ D എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനി ഇൻറ്റിജർ. ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആ കോമൺ ഡിഫറൻസ് ആയിട്ട് വരാം. നമുക്ക് അതിൻ്റെ സം എക്സാമ്പിൾസ് നോക്കാം. 2, 5, 8, 11 എക്സെട്ര. അടുത്തൊരു എക്സാമ്പിളാണ് 2, 4, 6, 8 എക്സെട്ര. അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 5, 10, 15 എക്സെട്ര. നമ്മളിവിടെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതിൽ ആദ്യത്തെ ടേം എന്താണ്? 2 ആണ്. സെക്കൻഡ് ടേം എന്താണ്? 5 ആണ്. അപ്പം നമ്മൾ ഈ ഒരു APയുടെ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 2ഉം സെക്കൻഡ് ടേം 5 ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 5 - 2, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ 5ൽ നിന്നും 2 ആണ് മൈനസ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ടേം ആദ്യം എടുക്കരുത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അതുപോലെ നമ്മൾ പ്രിസീഡിങ് ടേമിൽ നിന്ന് വേണം ഇപ്പോൾ 5 ആണെങ്കിൽ അത് തൊട്ട് മുമ്പുള്ള നമ്പറിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്താലാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് 5 - 2 3 ആണ് കിട്ടുന്നത്. അതുപോലെ 8 - 5 എടുത്താലും 3 ആണ് കിട്ടുന്നത്. 11 - 8 എടുത്താലും 3 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ഈ ഒരു APയിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ നെക്സ്റ്റ് AP നോക്കിയേ, 2, 4, 6, 8. ഈ ഒരു AP നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് ചെക്ക് ചെയ്യാണ്. 4 - 2 എടുത്താൽ 2 ആണ് കിട്ടുന്നത്. 6 - 4 എടുത്താൽ 2 ആണ് കിട്ടുന്നത്. 8 - 6 എടുത്താലും 2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു APയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? 2 ആണെന്ന് കിട്ടും. അതുപോലെ അടുത്തൊരു AP നോക്കൂ, 5, 10, 15. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 10 - 5, 5. 15 - 10, 5. അപ്പോൾ ഈ ഒരു APയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദ പ്രിസീഡിങ് ടേം. ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ ലിസ്റ്റ്, ആ ലിസ്റ്റിലെ ഓരോ നമ്പേഴ്സിനെ നമ്മൾ ടേംസ് എന്നാണ് പറയുന്നത്. അതുപോലെ ആ ഫിക്സഡ് നമ്പറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അതിന് ലെറ്റർ D കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. കോമൺ ഡിഫറൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? അടുത്തടുത്ത ടേംസ് തമ്മിൽ നമ്മൾ നെയിം അതിൻ്റെ ഡിഫറൻസ് എടുക്കും. അപ്പോഴാണ് നമുക്കതിന് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്ത ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.